നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു. കഴിഞ്ഞ 3-4 മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു. അതിനുശേഷം വക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു. ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക്, സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 മീനമാസം 20-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 3-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക്, സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം. ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു. അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു. ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു. ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു. മകരം 27 ത്രിനവകം 27 ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിൻ്റ്, അത്യുന്നതമായ പോയിൻ്റ്. അതേ ചൊവ്വ കർക്കിടകം 27 അതിൻ്റെ അതിനീചമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത്. ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കണം, ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം. ചൊവ്വയെക്കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട 2 ദേവതകളെയാണ്. ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീ രാശിയിൽ, ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും, ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ, സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത്. അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം? ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം. പ്രത്യേകിച്ച് മകേരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മന്ത്രം ചൊല്ലാം. അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം. 9, 18 അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് 9 108 തവണ മന്ത്രങ്ങൾ ചൊല്ലാം. മന്ത്രസംഖ്യ 108 ആകുന്നു. അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച്, ബലത്തിനനുസരിച്ച് 9, 18 തവണ അല്ലെങ്കിൽ 27, 36 തവണ നിങ്ങൾ ചൊല്ലുക. ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിലിരിക്കരുത്. ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗ മാറ്റ് ഇതിലൊക്കെ ഇരുന്നുകൊണ്ട് ചൊല്ലുക. നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം. പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ, കിടക്കുമ്പോൾ മൂലാധാരം വളരെ വീക്കാവുന്നു. അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം വജദ്ഭുവേ നമഃ. പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ, മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി, വാഗ്പതിയായി 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം. മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടിയുണ്ട്. ചതുരസ്രമാണ്. 4ഉം 8ഉം ചൊവ്വയ്ക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ്, വിശേഷ ദൃഷ്ടിയാണ്. ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി മേടം മുതൽ 12 രാശിക്കാർ, മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം. ഭ്രാത സത്വം ച ഭൗമ ക്ഷിതിരഭി. തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. പിന്നെയോ സത്വം,
ആ ഇളകാത്ത മനസ്ഥിതി, സ്ഥൈര്യം, മനസ്സിൻ്റെ സ്ഥിരത, ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. പിന്നെയോ ക്ഷിതിരവി, ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ. അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും. ഒരു ഗ്രഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക? നീചഗ്രഹേ അധപ്പതനം. ഗ്രഹം നീചത്തിൽ വരുമ്പോൾ അധപ്പതനം, താഴോട്ട് പതിക്കുന്നു. സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ കാരണം, തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു. ദൈന്യം, ദീനത വരുന്നു. ദുരാചാരം, വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളിലും ചെന്ന് ചേരുന്നു. പേരുദോഷമുണ്ടാകുന്നു. ഋണാപ്തിമാഹുഹു, കടപ്പെട്ടു പോകുന്നു. നീചാശ്രയം, പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. കീകടദേശവാസം, ഒരു സുഖവുമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു. ഭൃത്യത്വം, ദാസനായി പോകുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു. അധ്വാനം, അനർത്ഥകാര്യം, അനർത്ഥങ്ങളുണ്ടാകുന്നു. ധനം നശിക്കുന്നു, മറ്റനർത്ഥങ്ങളും സംഭവിക്കുന്നു. വെറുതെ അധ്വാനം, വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ചൊവ്വ കർക്കിടക രാശിയിൽ പ്രവേശിക്കുകയാണ്. അത് കുംഭം രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്ന വിഷയമാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്രക്കൂട്ടമാകുന്നു കുംഭൻ രാശി. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ് പ്രവേശിക്കുന്നത്. ഈ ചൊവ്വ 6-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് വളരെയധികം നല്ല ഭാവമാണ്. ത്രയാരിഷ് അസതവാസോ ദീർഘായുഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 6-ാം ഭാവം ഉപചയ ഭാവമാകുന്നു. അവിടെ പാപഗ്രഹങ്ങളുടെ നിൽപ്പ് വളരെയധികം ഗുണകരമായി തീരും. സ്വതവേ ചൊവ്വ 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കും. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നതും വളരെ നല്ല ഫലമാണ്. ന തിഷ്ഠന്തി ഷഷ്ഠേരയോ അങ്കാരകേ വൈ തദങ്കേരിത സങ്കരേ ശക്തിമന്ദ മനീഷ സുഖി മാതുരോവാന്ന തദ്വൽ വിലിയേതവിത്തം ലഭേദാപി ഭൂരി. 6-ാം ഭാവത്തിൽ ചൊവ്വ വളരെയധികം ശക്തി പ്രദാനം ചെയ്യും കുംഭൻ രാശിക്കാർക്ക്, ഏത് രാശിക്കാർക്കും. പക്ഷെ ഇവിടെ മനസ്സിലാക്കണം, ചൊവ്വ 2 ഗ്രഹങ്ങളുടെ ആധിപത്യമാണ് കുംഭൻ രാശിക്കുള്ളത്. 3-ാം ഭാവാധിപനാണ്, സഹായികളാണ്, സഹോദരങ്ങളാണ്, തൻ്റെ പരാക്രമമാണ്, വിക്രമമാണ്. ഇവിടെ 6-ാം ഭാവം ശത്രുസ്ഥാനമാണ്. സഹോദരപതിയാഗ്രഹം ശത്രുസ്ഥാനത്ത് വന്നാൽ ശത്രുക്കൾ സഹോദരങ്ങളാണ്. ഇവിടെ ചൊവ്വ സഹോദര കാരകനും കൂടിയാണ്. അതിനാൽ സഹോദര വിഷയം, അവരുടെ അടുപ്പം ഒക്കെ വളരെ ജാഗ്രത പാലിക്കണം. അപ്രകാരം തന്നെ സഹായികളും ഇവരൊക്കെ തന്നെ ശത്രുക്കളായി മാറും. ചൊവ്വ ഭൂമികാരകനാണ്. ഭൂമി വിവാദങ്ങളുണ്ടാകും. അവിടെയൊക്കെ വാശി പ്രകടിപ്പിച്ചാൽ തർക്കം മൂക്കും, ഒന്നിനും പരിഹാരമുണ്ടാകില്ല. അതിനാൽ 63 ദിവസം കുംഭൻ രാശിക്കാർ സഹോദര വിഷയം ജാഗ്രതയോടുകൂടി പരിഹരിക്കണം. സാഹോദര്യത്തിന് പുതിയ മാനം കൊടുക്കണം. അവരുമായി ശത്രുത പാടില്ല. പലതും കണ്ടില്ല എന്ന് നരിക്കേണ്ടി വരും. ഒരു വാക്തർക്കത്തിനൊന്നും പോകാൻ പാടില്ല. അപ്രകാരം തന്നെ ചൊവ്വ 10-ാം ഭാവാധിപനാണ്. കർമ്മമാണ്, തൊഴിലാണ്. ആ തൊഴിലിനെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിലും അശാന്തത വരും. കർമ്മസ്ഥാനത്ത് ധാരാളം ശത്രുക്കൾ വരും. തങ്ങളുടെ കർമ്മമേഖലയെ തകർക്കാൻ ശ്രമിക്കും. അതിനാൽ ജാഗ്രത പാലിക്കണം. 6-ൽ ചൊവ്വ വരുമ്പോൾ ശത്രുക്കൾ തന്നെ മുന്നിൽ നിൽക്കില്ല. മനീഷ നല്ല ബുദ്ധിശക്തി പ്രകടിപ്പിക്കും. അമ്മാമാന്മാർക്ക് വളരെയധികം ദോഷങ്ങളുണ്ടാകും. എത്ര ധനം കിട്ടിയാലും വിലയേത നശിച്ചു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. കാരണം 6-ാം ഭാവം ഋണമാണ്, കടമാണ്. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടി ഭാവത്തിലേക്കുണ്ട്. അതിനാൽ ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം. പാപേ ഷഷ്ടഗതേ ഷഷ്ടഭവനോക്താംശേ വ്രണസ്യ ഉദ്ഭവ. 6-ാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ 6-ാം ഭാവത്ത് പറഞ്ഞ ശരീരസ്ഥലത്ത് രോഗാദി അരിഷ്ടതകളും സർജറിയും വരും. എന്താണ് 6-ാം ഭാവം?
വരാങ്ക, മാനനം, മുരഹാകൃത്ത്, ക്രോഡവൃത്, വസ്തി പ്രദേശമാണ്. വയറിന് താഴെയുള്ള ഭാഗം ലിംഗത്തിൻ്റെ നേരെ മുകളിലുള്ള ഭാഗം. അതിനാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വയറിന് താഴെയുള്ള ഈ നാഭീദേശങ്ങൾക്കൊക്കെ രോഗം വരും. ആ ഭാഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അടിവയറുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. പ്രോസ്റ്റേറ്റൊക്കെ ഉള്ള സ്ഥലമാണത്. അതിനാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ പെട്ടെന്ന് വീർക്കുക, ഹെർണിയയുടെ സർജറി വരിക, ചോര അരി വ്യസനം കള്ളിനെ കൊണ്ടും ശത്രുക്കളെ കൊണ്ടും വ്യസനമുണ്ടാകും. നാഭിപ്രദേശത്തും കടിപ്രദേശത്തും രോഗങ്ങളുണ്ടാവുക. ഇതൊക്കെ ചൊവ്വ ഉണ്ടാക്കും. ചൊവ്വ സർജിക്കൽ പ്ലാനറ്റാണ്. സർജറി ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ള രോഗമാണ്. ഡിസ്ക്, നടു, ഘനമുള്ള വസ്തുക്കൾ എടുത്ത് പൊക്കരുത്. കാരണം കുംഭൻ രാശിയുടെ 12ാം ഭാവം പതനഭാഗമാണ്. അധകൃശഃ, പാദങ്ങൾക്ക് വൈകല്യം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഏതെങ്കിലും രീതിയിൽ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും ശ്രദ്ധിക്കുക, വീഴ്ച ശ്രദ്ധിക്കുക. ഇവിടെയും ശത്രുദോഷ പരിഹാരം, ശത്രുമുട്ട്. കർമാധിപനാണ് നീചത്തിൽ നിൽക്കുന്നത്, കർമ്മമുട്ട്. മാറി മാറി ചൊവ്വാഴ്ചകൾ നിങ്ങൾക്കിത് ചെയ്യാം. രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി ചെയ്യാം. ഭദ്രകാളിയുടെ മന്ത്രം നിങ്ങൾക്ക് ഉച്ചരിക്കാം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളീ നമഃ എന്ന മന്ത്രം വളരെയധികം ഊർജ്ജസ്വലതയെ പ്രദാനം ചെയ്യും കുംഭൻ രാശിക്കാർക്ക്. കുംഭൻ രാശിക്കാർക്ക് ഒരു ശോഭനമായ 63 ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.